ഇടക്കൊച്ചിയിലെ വേലിയേറ്റ പ്രശ്നം അധികൃതരുടെ മെല്ലെപ്പോക്കിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇടക്കൊച്ചിയിലെ വേലിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നുള്ള മെല്ലെപ്പോക്കിൽ പ്രതിഷേധിച്ച് ഇടക്കൊച്ചി വില്ലേജ് ഓഫീസ് ഉപരോധ മാർച്ച് വൻ ജനസഞ്ചയത്തിന്റെ സാന്നിധ്യത്തിൽ വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതി ചെയർമാൻ ശിവജി ഉദ്ഘാടനം ചെയ്തു. ജോൺ ഫെർണാണ്ടസിന്റെ ബഹുമാനപ്പെട്ട അന്നത്തെ MLA ജോൺ ഫെർണാണ്ടസിന്റെ ഫണ്ട് 18 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണം തുടങ്ങി വെച്ചു. ജനകീയ പ്രശ്നമാണോ സാങ്കേതികമായ ചില കാരണങ്ങളല്ലോ ഒന്നും. വീണ്ടും എംസ്വരാജ് ഫണ്ട് അനുവദിച്ചു. 4,80,00,000 രൂപ പള്ളുരുത്തിക്കും കുമ്പളത്തും അതുപോലെ തന്നെ ഇടക്കൊച്ചിക്കുമായി 4,80,00,000 രൂപ അനുവദിച്ചു. ഈ 4,80,00,000 രൂപ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അനുവദിച്ചത് ഇപ്പോഴും പേപ്പറുകളിൽ ഉറങ്ങുകയാണ്. എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല? ജനങ്ങൾ ഇത്രയും കഷ്ടപ്പെടുമ്പോഴും ഈ ഫണ്ടിന്റെ ശരിയായ പൊസിഷൻ എന്താണെന്ന് നമ്മുടെ ജനകീയ സമിതിയുടെ ആളുകൾ കരുതലും കൈത്താങ്ങുമെന്ന ഗവൺമെന്റിന്റെ ജനങ്ങളുമായുള്ള സംവേദനത്തിൽ ഉന്നയിക്കുകയും അവിടെ ഇത് ഡിവൈഡ് ചെയ്ത് കുമ്പളത്തിനും ഇടക്കൊച്ചിക്കും പള്ളുരുത്തിക്കും ഡിവൈഡ് ചെയ്ത് നൽകാനുള്ള തീരുമാനമെടുക്കുകയും ബഹുമാനപ്പെട്ട MLA കെ ബാബു അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അത് ഇടക്കൊച്ചിക്ക് മാത്രമായി 1 കോടി അനുവദിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകുകയാണ്. ജനപ്രതിനിധികൾ പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്നും കോർപ്പറേഷനിലെ 74 ഡിവിഷനുകളിൽ വേലിയേറ്റത്തിന്റെ രൂക്ഷത ഏറ്റവും അനുഭവിക്കുന്ന ഇടക്കൊച്ചി പ്രദേശത്തിനെ സംരക്ഷിക്കുന്നതിനായി ഒരു മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കാൻ ഭരണാധികാരികൾ ശ്രദ്ധ കൊടുക്കണമെന്ന് അദ്ദേഹം യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ജനകീയ സമിതി ചെയർമാൻ മാനുവൽ നിക്സൺ അധ്യക്ഷനായിരുന്നു. 15ാം ഡിവിഷൻ കൌൺസിലർ ശ്രീമതി ജീജ ജഡ്സൺ യോഗത്തെ അഭിസംബോധന ചെയ്തു. ഓഫീസിന് മുന്നിൽ സമരത്തിലിരിക്കുന്നത് ഞാൻ കാരണം 2 വർഷം മുന്നേ ഇതുപോലെ തന്നെ ജനപ്രതിനിധികൾ മാത്രമായിട്ട് ഈ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തു. കളക്ടർ സ്ഥലം സന്ദർശിച്ച് ജനങ്ങളുടെ ദുരിതാവസ്ഥ നേരിൽ മനസ്സിലാക്കിയതിനു ശേഷം വേണ്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയെങ്കിലും വില്ലേജ് ഓഫീസർ പോലും നമ്മുടെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുവാനോ വേണ്ട നടപടികൾ ചെയ്യുവാനോ മുതിർന്നില്ല. വാക്കാൽ ഉള്ള ഒരു ഉറപ്പ് മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനുവരി 5-ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഹൈവേ ഉപരോധത്തിന് ശേഷമാണ് ജനങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുകയും വളരെ സമാധാനപൂർണമായിട്ട് സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ജനകീയ സമിതി ജനറൽ കൺവീനർ VV ശിവപ്രസാദ് സ്വാഗതം ആശംസിച്ചു. ജനകീയ സമിതി വൈസ് ചെയർമാൻമാരായ വിജി സേവ്യർ, ഷൈനി ജബൻ, വിനു വർഗീസ്, CK പ്രദീപ് തുടങ്ങിയവരും വേലിയേറ്റ ദുരിതത്തിന്റെ രൂക്ഷത ഏറ്റവും അധികം അനുഭവിക്കുന്ന പ്രദേശത്തിന്റെ പ്രതിനിധിയായ മാലതി ചേച്ചിയും യോഗത്തെ അഭിസംബോധന ചെയ്തു. പഠിക്കാൻ പോകാൻ സാധിക്കാതെ, കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാതെ, അമ്മമാർക്ക് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാതെ, അപ്പന്മാർക്ക് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാതെ, കുടിവെള്ളം മലിനമാക്കപ്പെടുമ്പോ, കുടിവെള്ളം ഇല്ലാതാകുമ്പോ ഈ നാട്ടിലെ ഒരു ഉദ്യോഗസ്ഥനും തിരിഞ്ഞു നോക്കാത്ത ഒരു ഗതികേടിലാണ് ഇടക്കൊച്ചി എന്ന നാട് എന്ന് നാം മനസ്സിലാക്കണം. ജോയിന്റ് കൺവീനർ ലിജോഷ് KL നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടക്കൊച്ചി.